ഹോട്ടലിൽ കിട്ടുന്ന കളർ ഇവിടെ കിട്ടുകയില്ല. ഞങ്ങളുടെ മനസ്സുപോലെ ശുദ്ധമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും. പക്ഷെ കറുത്തിരിക്കുന്ന ഒരു മാറ്റവും ഇല്ല. ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ പറ്റി പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഡിപ്പെൻഡഡ് ആയില്ലെങ്കിൽ അവൾ ഒന്നെങ്കിൽ അഹങ്കാരി അല്ലെങ്കിൽ ഭയങ്കര ഫെമിനിസ്റ്റ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ ഇതുപോലെയൊക്കെ ചേച്ചി കേട്ടിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് അവരും പറയുന്നൊക്കെ കേൾക്കാൻ പോകുന്നത്? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി. നമ്മൾ എന്തിനാ സൊസൈറ്റിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത്? അപ്പൊ നമ്മൾ അഭിനയിക്കല്ലേ? പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. സൊസൈറ്റി ഇങ്ങനെ പറയണു. ഇത് വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കുറ്റബോധം വരുമ്പോ നമ്മളത് സൊസൈറ്റിയുടെ തലയെ കൊണ്ട് ഇടുന്നതാണ്. തെറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആരെയാ പേടിക്കേണ്ടത്? മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നമ്മൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ, അത് 500 കണ്ണിൽ അത് ശരിയാവണം എന്നില്ല, തെറ്റാവണം എന്നില്ല. ആയിക്കോട്ടെ, അത് അവരെ നമുക്ക് ലൈഫ് ലോങ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ചേച്ചിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. അതിന് മുമ്പും ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. ഒരു പാട്ട് പാടോ? ഇല്ല. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. കുറെ വർഷങ്ങളായിട്ട് പാടുന്ന ടാലന്റ് ഒക്കെ അങ്ങ് പോയി. ഒരു വരിയെങ്കിലും പാടിയേച്ചു. എനിക്ക് ഭക്ഷണം എന്താ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? ഒരു മൂളിപ്പാട്ട് പാടിയേച്ചു ചേച്ചി. ഒരെണ്ണം, എനിക്ക് പാട്ട് ഒരു വരി. പാട്ടൊന്നും കേൾക്കാറില്ല. ഇത് എന്ത് മനുഷ്യസ്ത്രീ, ഇത് ഡബിങ് മാത്രമേ നോക്കാറില്ല. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, മണിച്ചിത്രത്തല്ലേ ഗംഗ. ഇല്ല. ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും ഞാൻ. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. അതും പറ്റൂല, ഇതും പറ്റൂല. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതൊന്നും ഞാൻ പറയില്ല. പിന്നെ അത് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അത് വേണ്ട. തമാശക്കാരൻ കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിലും തമാശക്ക് ഒരു പഞ്ഞുമില്ല. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ. ഇതെന്താ സാധനം? ഇതൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിന് കുറ്റം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പേടിയാ ചേച്ചിയെ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പറയായിരുന്നേണ്. അസലായിട്ടുണ്ട്. ഞാൻ ഒരുവിധം പെട്ട ഭക്ഷണം ഒന്നും അത്ര പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആളാണ്. കറക്റ്റാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. പിന്നെ നാണക്കെടുത്തി. ഞാൻ പോകുന്നു. ബൈ.